എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജനുവരി 2025 തിരുവോണം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Ace of Wands, Knight of Cups, Five of Swords, Ten of Cups, Eight of Pentacles, Six of Pentacles. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ വളരെ നല്ല ഒരു സമയമാണ്, ഒരു മാസമായിരിക്കും ജനുവരി 2025 എന്ന് പറയുന്നത്. ഏസ് ഓഫ് വോൺസ് എനർജി, അതേപോലെ തന്നെ 10 ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വീട് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വീട് വാങ്ങിക്കുകയോ വയ്ക്കുകയോ ആവാം. അപ്പോൾ ഒന്നുകിൽ പുതിയ വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നവരാണെങ്കിൽ പണി തീർത്ത് താമസിക്കാൻ പറ്റുന്ന സാഹചര്യമാവാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വീട് പണി തുടങ്ങുന്ന സാഹചര്യം, അല്ലെങ്കിൽ വീട് കല്ലിടൽ ചടങ്ങ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ സംഭവ്യമാകാം. അല്ലെങ്കിൽ വീട് പണിക്ക് വേണ്ടിയിട്ട് ലോൺ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലോൺ സാധ്യമാകുന്നത്, വീട് പണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിൽ പൊതുവെ ഒരു സമാധാനവും സ്വസ്ഥതയും കാണിക്കുന്നുണ്ട്. ഫാമിലി ഇപ്പോൾ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നിന്ന് മാറി മറ്റൊരു വീട്, മക്കളൊക്കെ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ പുതിയ വീട് അവരായിട്ട് വാങ്ങിക്കുകയോ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു സാഹചര്യം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. വിദേശത്തേക്ക് ചേക്കേറി പാർക്കാനുള്ള അവസരം ചില ആളുകളിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മുഹൂർത്തം, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം നിങ്ങളുടെ ജീവിതത്തിലൊരു ഒത്തിരി സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഹാ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംതൃപ്തമായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു വിജയ സാധ്യത ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുകയും അതിൽ വളരെയധികം വിജയം കൈവരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 10 ഓഫ് കപ്സ് എനർജിയാണ്. കുടുംബാന്തരീക്ഷം പൊതുവേ ശാന്തമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഓക്കെ, അത് ഫാമിലി ലൈഫിൽ പൊതുവേ പൊട്ടലും ചീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളാണ്, എപ്പോഴും കലഹം, വീട്ടിലെപ്പോഴും കലഹമാണ്. എന്ത് കാര്യത്തിൽ ഒരു കൊച്ചു കാര്യത്തിനാണെങ്കിൽ കലഹമാണ് എന്ന് പറയുന്നവർക്ക് വീട്ടിൽ പൊതുവേ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ബന്ധത്തിൽ ഉടക്കലുകളൊക്കെ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ വിവാഹബന്ധം വേർപെടുത്തുന്ന രീതിയിലേക്ക് വരെ എത്തിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് തിരിച്ചൊരു പുതിയ ഒരു ജീവിതത്തിലേക്ക് കയറുന്ന സാഹചര്യമുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിട്ട് നമ്മൾ പറയുന്നത്, കുട്ടികളെ സംബന്ധിച്ച് ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നവർ, കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നത്, അതിൽ പലരെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇതൊരാശ്വാസം നൽകുന്ന ഒരു മാസമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ച കാര്യങ്ങളിൽ വലിയ കാര്യങ്ങളും ഇല്ലാതെ നല്ല രീതിയിലുള്ളൊരു മാസം തന്നെയായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജി, 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി. നൈറ്റ് ഓഫ് കപ്സ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൊതുവിൽ വിവാഹം വെയിറ്റ് ചെയ്യുന്നവർക്കാണ് വിവാഹ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവിൽ വിവാഹത്തിൽ താല്പര്യമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കൂടിയും വിവാഹ സാധ്യതകൾ, പ്രണയ സാക്ഷാത്കാരവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീരെ വിവാഹത്തോട് വലിയ താല്പര്യമേ ഇല്ലാത്ത വ്യക്തികൾ പ്രണയം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ പ്രണയം പിന്നീട് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു രീതിയിലാവാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ചിന്താഗതി എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കില്ല ഈ ഒരു മാസം മുന്നോട്ടേക്ക് പോകുമ്പോൾ തീരെ പ്രണയവും കാര്യങ്ങളൊന്നും വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും പ്രണയത്തിലേക്ക് വഴുതി വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ വിവാഹം കാര്യങ്ങളൊക്കെ
ഫാമിലിയിലുള്ള മറ്റുള്ളവർ ചേർന്നിട്ട് വിവാഹം കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും പ്രണയം പോലുള്ള കാര്യങ്ങളിലൊക്കെ അകപ്പെടാൻ ചാൻസസ് കൂടുതലായിട്ടിരിക്കുന്ന ഒരു മാസമാണ്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു കാലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു മാസമാണ്. അപ്പോൾ ബന്ധങ്ങളിൽ മാറ്റം വരുന്നുണ്ട്, നിങ്ങളുടെ ബന്ധങ്ങളോടുള്ള കാഴ്ചപ്പാടിൽ. അപ്പോൾ കുടുംബ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ പെരുമാറ്റം, ചിന്താഗതി, രീതി, സമൂഹത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, ബന്ധുജനങ്ങളോടുള്ള കാഴ്ചപ്പാട്, ചുറ്റുപാടുള്ള സമൂഹത്തിൽ നിങ്ങൾ അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ മൊത്തത്തിലുള്ളൊരു മാറ്റം. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് നല്ല രീതിയിൽ ഒത്തുപോകാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സുമായിട്ട് നല്ല രീതിയിൽ ഒത്തുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ഥാനം ഈ ഒരു സമൂഹത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ഥാനം നിങ്ങൾക്ക് ഈ ഒരു സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. പൊതുവിൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്ര റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുണ്ടെങ്കിൽ വേണ്ടത്ര റെസ്പെക്റ്റ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അത് വിദ്യാർത്ഥികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പ്രായഭേദമന്യേ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പുതിയ എന്തെങ്കിലും ഹോബി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിന് ചേരുന്നതായിരിക്കാം. അപ്പോൾ ഒത്തിരി പ്രായമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാതിരിക്കേണ്ട കാര്യമില്ല. ചില ആളുകൾ പഠിക്കാനായിട്ട് ലിറ്ററലി പഠിക്കാൻ ചേരുന്നുണ്ട്. കോളേജിൽ പഠിത്തം നിർത്തിയവർ, അല്ലെങ്കിൽ 10ാം ക്ലാസ് വെച്ചിട്ട് അല്ലെങ്കിൽ 12ലൊക്കെ വെച്ചിട്ട് പഠിത്തം നിർത്തി ഡിഗ്രിക്ക് പോവാത്തവരൊക്കെ, അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അതിൽ നിന്ന് മുകളിലേക്കുള്ള വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രായം കാര്യങ്ങളൊന്നും നോക്കാതെ ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് സാധ്യമാകുന്ന കാര്യമാണ് എന്നുള്ളത് എടുത്ത് പറയുന്നു. ചില ആളുകൾ പ്രായം ചോദിക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. പ്രായഭേദമന്യേ ആ ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 5 ഓഫ് സോർഡ്സ് എനർജി ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ ചില ആളുകൾ നിങ്ങൾക്ക് ശത്രുക്കൾ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ പറയുന്ന ശത്രുക്കൾ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളായിരിക്കില്ല. അപ്പോൾ അത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും ആ ഒരു രീതിയിൽ അത്രയും നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ ചില ആളുകളെ വിശ്വസിക്കുന്ന ഒരു രീതി ഉണ്ട് എങ്കിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളും തന്നെ ഈ ഒരു ലോകത്തിലില്ല. ആ ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിനും നിങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു സുഹൃത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബന്ധമോ ഈ ഒരു നിങ്ങൾക്ക് ചുറ്റും നിലവിലുള്ളതായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു പരിധി വരെ എല്ലാവരെയും വിശ്വസിക്കാം. ആ പരിധിക്ക് അപ്പുറത്തേക്ക് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത്, അതായത് കണ്ണടച്ചാരെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ചുരുക്കം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സെയിം ഇതിൽ നിൽക്കുന്ന ചിലപ്പോൾ ഒരു സുഹൃത്താണെങ്കിൽ നിങ്ങളുടെ അതേ ബിസിനസ് ചെയ്യുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ ജോലിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ പ്ലാൻസ് ഒന്നും പുറത്ത് പറയാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെ നിന്നാണ് പാര വരുന്നതെന്ന് അറിയില്ല എന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ലോൺ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ലോണിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, വീട് വയ്ക്കാൻ ലോൺ ശ്രമിക്കുന്നവർക്ക് ലോൺ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ കാലത്തിൽ തങ്ങി നിൽക്കുന്നവർ കഴിഞ്ഞ കാലത്തിൽ തങ്ങി നിൽക്കാതിരിക്കുക. കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് പാസ്റ്റാണ്, അത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാം. നിങ്ങളെ തന്നെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. കഴിഞ്ഞ കാലത്തിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നവർ, നിങ്ങൾക്ക് കടമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് കടമൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊരു തൃപ്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, വാങ്ങിച്ച കടം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു തൃപ്തി എന്നുള്ളത്. അതേപോലെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു കിട്ടാനുള്ള അവസ്ഥ ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.